Hello dear students, welcome to Target Learning app. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ നമ്മൾ നേരത്തെ തന്നെ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചാപ്റ്ററിലെ SSLC എക്സാമിന് വരുന്ന ഫോക്കസ് ഏരിയയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ക്ലാസ്സിലൂടെ ഒന്ന് അതിവേഗം ഒന്ന് ഡിസ്കസ് ചെയ്തു പോകുന്നു. നമുക്കറിയാം, റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ വരുന്നത് നമുക്കറിയാം 5 റെവല്യൂഷൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 റെവല്യൂഷൻസ്, ഒന്നാമത്തത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, രണ്ടാമത്തത് ഫ്രഞ്ച് റെവല്യൂഷൻ, മൂന്നാമത്തത് റഷ്യൻ റെവല്യൂഷൻ. ഈ 3 റെവല്യൂഷനുകളാണ് ഈ ചാപ്റ്ററിന് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു. അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കയിലെ 13 കോളനീസിൽ അവരുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടുകാർ നടത്തിയ എക്സ്പ്ലോയിറ്റേഷനെതിരെ ആ 13 കോളനീസിലെ ജനങ്ങൾ നടത്തിയ റവല്യൂഷനാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നോർത്ത് അമേരിക്കയിൽ എത്ര കോളനീസ് ഉണ്ടായിരുന്നു അല്ലേ? നമുക്കറിയാം, there are 13 കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിൽ എത്ര കോളനികൾ ഉണ്ടായിരുന്നു? 13 കോളനീസ്, 13 കോളനികൾ ഉണ്ടായിരുന്നു. ആ 13 കോളനികളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ മെർക്കന്റലിസം എന്ന് പറയുന്ന ട്രേഡ് പോളിസിയാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 13 കോളനീസ് എന്ന് പറയുമ്പോൾ 13 കോളനീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. 13 കോളനീസ് അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആ 13 കോളനീസ് ഇതുവരെ എക്സാമിന് കോളനീസ് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു 4 കോളനീസെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. നമുക്കറിയാം, ന്യൂയോർക്ക്, ന്യൂ ഹാംഷെയർ, മെസാച്ചുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, വെർജീനിയ, പെൻസിൽവാനിയ എന്നൊക്കെ പറഞ്ഞിട്ട് 13 കോളനീസിൻ്റെ പേര് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഒരൊറ്റ മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അതും പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒരു 4 എണ്ണം നമുക്ക് അറിയണം, നിർബന്ധമാണ്. ഈ 13 കോളനീസിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ട്രേഡ് പോളിസിയെ പറയുന്ന പേരാണെന്ത്? മെർക്കന്റലിസം എന്ന് പറയുന്നത്. ആ മെർക്കന്റലിസമാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്കറിയാം. എന്താണ് മെർക്കന്റലിസം? ഇറ്റ് ഈസ് എ ട്രേഡ് പോളിസി. അതൊരു ട്രേഡ് പോളിസിയാണ് ദാറ്റ് ഇംപ്ലിമെൻറ്റഡ് ബൈ ബ്രിട്ടൻ ഇൻ അമേരിക്കൻ കോളനീസ്. അമേരിക്കൻ കോളനികളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഒരു ട്രേഡ് പോളിസിയാണ് മെർക്കന്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ മെർക്കന്റലിസം എന്താണെന്ന് വിശദമായിട്ടും അത് മാത്രം എഴുതി വെച്ചാൽ നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടൂല. അപ്പോൾ മെർക്കന്റലിസം എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് അറിയണം. നമുക്കറിയാം, അമേരിക്കയിലെ 13 കോളനീസിനെ ബ്രിട്ടീഷുകാർ കൺസിഡർ ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ, അവർക്ക് റോ മെറ്റീരിയൽ കളക്ട് ചെയ്യാനുള്ള ഒരു സെൻ്ററായിട്ടും അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ട്സ് വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അമേരിക്കയിലെ ഈ 13 കോളനീസിനെ ബ്രിട്ടീഷുകാർ കൺസിഡർ ചെയ്തത്. ആ ഒരു ട്രേഡ് പോളിസിയെ പറയുന്ന പേരാണെന്ത്? മെർക്കന്റലിസം എന്ന് പറയുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുക, എന്നിട്ട് അത് പ്രൊഡക്റ്റാക്കി മാറ്റുക, എന്നിട്ട് അത് എവിടെ തന്നെ കൊണ്ടുപോയിട്ട് വിറ്റഴിക്കുക? അമേരിക്കയിൽ തന്നെ കൊണ്ടുപോയിട്ട് വിറ്റഴിക്കുക.
റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് അമേരിക്കൻസാ, വാങ്ങുന്നതും അമേരിക്കൻസാ. വാങ്ങുന്നതിൻ്റെ പ്രോഫിറ്റ് മുഴുവൻ ലഭിക്കുന്നത് ബ്രിട്ടീഷുകാർക്കാണ്. ദിസ് പോളിസി ഈസ് കോൾഡ് മെർക്കന്റലിസം. ഓർത്തു വെക്കുക, ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് ആസ് സെന്റേഴ്സ് ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽ കളക്ട് ചെയ്യാനുള്ള ഒരു സെന്റർ ആയിട്ടും ഫോർ ദെയർ ഇൻഡസ്ട്രി ആൻഡ് ആസ് എ മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ്. അവരൊരു മാർക്കറ്റായിട്ടും കൺസിഡർ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ്. This policy implemented by the British merchants with the help of their motherland in the American colonies is known as mercantilism. അമേരിക്കക്കാരുടെ അവരുടെ മദർലാൻഡിൻ്റെ സഹായത്തോടു കൂടി അവർ നടപ്പിലാക്കിയ ആ പോളിസിയെ പറയുന്ന പേരാണെന്ത്? മെർക്കന്റലിസം എന്ന് പറയുന്നത്. ആ മെർക്കന്റലിസത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനീസിൽ എന്ത് ചെയ്തു? ഒരുപാട് നിയമങ്ങൾ നടപ്പിലാക്കി, ഒരുപാട് ലോസ് നടപ്പിലാക്കി. അതിനെ പറയുന്ന പേരാണത് മെർക്കന്റലിസ്റ്റ് ലോസ് എന്ന് പറയുന്നത്. 5 എണ്ണം പഠിക്കാനുണ്ട് നമുക്ക്. വളരെ സിമ്പിളാണ്, 5 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം മെർക്കന്റലിസം അല്ലെങ്കിൽ മെർക്കന്റലിസ്റ്റ് പോളിസി, മെർക്കന്റലിസ്റ്റ് ലോസ്. ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാരണമാണ് അത്. സബ്സ്റ്റാൻഷിയേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഓർത്ത് വെക്കുക, അതിൽ ആ മെർക്കന്റലിസ്റ്റ് ലോസ് 5 എണ്ണം പഠിച്ചു വെക്കണം. വളരെ സിമ്പിളാണ്. 5 വാക്കുകൾ പഠിച്ചു വെച്ചാൽ നമുക്കത് പഠിച്ചു വെക്കാം. അതിൽ ആദ്യത്തെ വാക്ക് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷ് ഷിപ്സ്. അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്ന പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ്, അത് എങ്ങനെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ? ഒന്നുകിൽ ബ്രിട്ടീഷ് ഷിപ്സിൽ, അല്ലെങ്കിൽ ഷിപ്സ് ബിൽറ്റ് ഇൻ കോളനീസ്, കോളനികൾ ഉണ്ടാക്കിയ ഷിപ്സിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റെഗുലേഷനാണ് എന്തെന്ന് പറയുന്നത്, ബ്രിട്ടീഷ് ഷിപ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓർത്ത് വെക്കുക, ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദി കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ്. ബ്രിട്ടീഷ് ഷിപ്പുകളിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ കോളനീസ്, അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച ഷിപ്സിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തേത് എന്തുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണമാണ്? ഷിപ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു നിയന്ത്രണമാണ് നാവിഗേഷൻ ആക്ട് എന്നൊക്കെ പറയും. ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദി കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ദി കോളനീസ്. രണ്ടാമത്തെ വാക്ക് നമ്മൾ എന്താ ഓർത്ത് വെക്കേണ്ടത്? സ്റ്റാമ്പ്. ബ്രിട്ടീഷ് സ്റ്റാമ്പ് ഒന്ന് ഓർത്ത് വെക്കുക. സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക, ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ആൾ ദി ലീഗൽ ഡോക്യുമെന്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംലെറ്റ്സ്, ലൈസൻസ്. അതായത് എല്ലാ ലീഗൽ ഡോക്യുമെൻസിലും, പാംലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലഘുലേഖകളിലും, ലൈസൻസിലും, ന്യൂസ് പേപ്പേഴ്സിലൊക്കെ സ്റ്റാമ്പ് പതിക്കണം. സ്റ്റാമ്പ് പതിക്കേണ്ടത് ആരുടെ സ്റ്റാമ്പാണ്? ബ്രിട്ടീഷ് സ്റ്റാമ്പാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർ സ്റ്റാമ്പ് പതിക്കുമ്പോൾ അതിൻ്റെ റവന്യൂ, അതിൻ്റെ വരുമാനം കിട്ടുന്നത് ആർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ്. അടുത്തെന്താണ്? പ്രൊഡക്ട്സ് ഓഫ് ദി കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ. പഞ്ചസാരയും കമ്പിളിയും കോട്ടനും പുകയിലയും ഒക്കെ എവിടേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പറ്റുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പറ്റുള്ളൂ. കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ വാക്ക് എക്സ്പോർട്ടിംഗ് എന്നോർത്ത് വെക്കുക. അടുത്തതാണ് കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദി ബ്രിട്ടീഷ് ട്രൂപ്സ്. നാലാമത്തെ വാക്ക് എന്തോർത്ത് വെക്കുക? ബ്രിട്ടീഷ് ട്രൂപ്സ് എന്നോർത്ത് വെക്കുക. കോളനീസ് എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് ട്രൂപ്സിന് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ്, ഫുഡും ക്വാർട്ടേഴ്സും. അതായത് ഇതുപോലത്തെ നിയമങ്ങളൊക്കെ നടപ്പിലാക്കിയാൽ സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രൊട്ടസ്റ്റ് ഉണ്ടാവും. ആ പ്രൊട്ടസ്റ്റ് അടിച്ചമർത്താൻ സൈന്യം കൊണ്ടുവരണം. അതാണ് ബ്രിട്ടീഷ് ട്രൂപ്സ് എന്ന് പറയുന്നത്. ആ ബ്രിട്ടീഷ് ട്രൂപ്സിന് ആവശ്യമായ ഫുഡും അക്കോമഡേഷനൊക്കെ കൊടുക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? കോളനീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്ത എന്താണ്? ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദി ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. ടീ, അതുപോലെ തന്നെ ഗ്ലാസ്, പേപ്പർ, ഇതിനൊക്കെ എന്ത് കൊടുക്കണം? ഇമ്പോർട്ട് ടാക്സ്, ഇറക്കുമതി ചുങ്കം കൊടുക്കണം, ഇറക്കുമതിക്കുള്ള നികുതി കൊടുക്കണം. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മൾ മെർക്കന്റൈസ്ഡ് ലോസ് 5 എണ്ണം പഠിച്ചു. ഒന്ന് ബ്രിട്ടീഷ് സ്റ്റാമ്പ്, എല്ലാത്തിലും ലീഗൽ ഡോക്യുമെൻറ്റ്സിൽ, ന്യൂസ് പേപ്പേഴ്സിൽ, പാംലെറ്റ്സിൽ, ലൈസൻസിലൊക്കെ ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിക്കണം. അടുത്ത എന്താണ്? കോളനീസിൽ നിന്ന് ഇമ്പോർട്ടിങ്ങിനും എക്സ്പോർട്ടിങ്ങിനും എന്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ കോളനീസ്. അടുത്ത എന്താണ്? പ്രൊഡക്ട്സ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ, ഇതൊക്കെ എവിടേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. അടുത്ത എന്താണ്? കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ടു ദി ബ്രിട്ടീഷ് ട്രൂപ്സ്. ബ്രിട്ടീഷ് സൈന്യത്തിന് എന്ത് കൊടുക്കണം? ഫുഡും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സും കൊടുക്കണം. അടുത്തതാണ്? ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദി
ഇമ്പോർട്ട് ഓഫ് ടീ ഗ്ലാസ് പേപ്പർ. ടീയും അതുപോലെ തന്നെ ഗ്ലാസും പേപ്പറൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് എന്ത് കൊടുക്കണം? ഇമ്പോർട്ട് ടാക്സ് കൊടുക്കണം. ഇമ്പോർട്ട് ടാക്സ് കൊടുക്കുമ്പോൾ സാധനങ്ങളുടെ വില കൂടും, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാവും. അപ്പോൾ ഈ മെർക്കൻ്റലിസം അതുപോലെ തന്നെ മെർക്കൻ്റലിസ്റ്റ് ലോസ്, ഇതാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എക്സാമിന് ചോദിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മെർക്കൻ്റലിസം അതുപോലെ തന്നെ മെർക്കൻ്റലിസ്റ്റ് ലോസ്. നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ഭാഗമായിട്ടാണ്, ഇതാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ലോഗൻ എന്താണെന്ന് നമുക്കറിയാം അല്ലെ? എന്താ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ പ്രധാനപ്പെട്ട സ്ലോഗൻ? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, ഫ്രെയിംഡ് ബൈ ജെയിംസ് ഓട്ടിസ്. ജെയിംസ് ഓട്ടിസ് ഉണ്ടാക്കിയ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ സ്ലോഗൻ എന്ന് പറയുന്നത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിക്കാൻ വളരെ സുഖമാണ്, വളരെ സിമ്പിളാണ്. നമ്മളെ ഈ ഒരു 2 ബോക്സ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഇതുപോലെ 2 ബോക്സ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് മുഴുവനായിട്ട് നമുക്ക് പഠിക്കാം. അതിൽ ഓരോ ഇയർ എഴുതി വെക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതി വെക്കുക, അതുപോലെ തന്നെ ലീഡേഴ്സിൻ്റെ തിങ്കേഴ്സിൻ്റെ പേര് എഴുതി വെക്കുക, അവരുടെ കോൺട്രിബ്യൂഷൻ എഴുതി വെക്കുക. ഇത്രയേ ഉള്ളൂ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് 1773 ഡിസംബർ 16. അതിൻ്റെ പ്രത്യേകത ബോസ്റ്റൺ ടീ പാർട്ടി ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്ട്രാ റീഡിങ്ങിനുള്ള ബോക്സിലുള്ളതാണ്, നിങ്ങൾ നന്നായിട്ട് വായിക്കണം. എക്സ്ട്രാ റീഡിങ്ങിനുള്ളതാണെങ്കിലും അവിടെ ഒരു ഇയറും ഒരു ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ബോസ്റ്റൺ ടീ പാർട്ടി അത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് 1774. 1774 അതിൻ്റെ 1774ഉം 1775ഉം ഓർത്തു വെക്കുക. കോണ്ടിനെൻ്റൽ കോൺഗ്രസസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. 1774ൻ്റെ പ്രത്യേകത ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അമേരിക്കനിലെ 13 കോളനീസിലെ ജനങ്ങളുടെ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെറ്റീഷൻ എഴുതി തയ്യാറാക്കി. എന്നിട്ട് അത് സബ്മിറ്റഡ് ടു ദി കിങ് ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലെ രാജാവിന് സമർപ്പിച്ചു. ആ പെറ്റീഷനിൽ അവർ പ്രധാനമായിട്ടും 2 ഡിമാൻഡ്സ് ആയിരുന്നു അവർ ഉന്നയിച്ചിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡിമാൻഡുകൾ എന്തൊക്കെയായിരുന്നു? ദ റിവോക്കേഷൻ ഓഫ് ദി റെഗുലേഷൻ എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഇൻഡസ്ട്രിയുടെ മേലെയും കൊമേഴ്സിൻ്റെ മേലെയും ഏർപ്പെടുത്തിയിരിക്കുന്ന റെഗുലേഷൻസ് എന്ത് ചെയ്യുക? എടുത്തു കളയുക. ദ ഡിമാൻഡഡ് ദ റിവോക്കേഷൻ ഓഫ് ദി റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ദി ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഇൻഡസ്ട്രി വ്യവസായത്തിൻ്റെ മേലെ വ്യാപാരത്തിൻ്റെ മേലൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക? റിവോക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എടുത്തു കളയുക. അടുത്ത എന്താണ്? നോട്ട് ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദി അപ്രൂവൽ ഓഫ് ദി പീപ്പിൾ. കോളനിക്കാരുടെ ജനങ്ങളുടെ അനുമതിയില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഡിമാൻഡ്. ഈ 2 ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പെറ്റീഷൻ എഴുതി തയ്യാറാക്കുന്നു. എന്നിട്ട് അത് സബ്മിറ്റഡ് ടു ദി കിങ് ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലെ രാജാവിന് സമർപ്പിച്ചു. ഇംഗ്ലണ്ടിലെ രാജാവ് എന്ത് ചെയ്തു? അത് റെഫ്യൂസ് ചെയ്തു, നിരസിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നു. ആ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എലക്റ്റഡ് ജോർജ് വാഷിങ്ടൺ ആസ് ദി കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി കോണ്ടിനെൻ്റൽ ആർമി. 13 കോളനീസും കൂടി ചേർന്നിട്ട് കോണ്ടിനെൻ്റൽ ആർമി ഉണ്ടാക്കി. ആ കോണ്ടിനെൻ്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായിട്ട് ആരെ സെലക്ട് ചെയ്തു? ജോർജ് വാഷിങ്ടണിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിങ്കറായിരുന്നു തോമസ് പെയിൻ. തോമസ് പെയിൻ അദ്ദേഹത്തിൻ്റെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പാംലെറ്റ് എന്ന് പറയുന്ന ഒരു ലഘുലേഖയായിട്ടുള്ള കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ലഘുലേഖ അദ്ദേഹം എഴുതി തയ്യാറാക്കി. എന്നിട്ട് അദ്ദേഹം ആ ലഘുലേഖയിൽ അദ്ദേഹം പറഞ്ഞു, ഹി ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് വാസ് വൈസ് ഫോർ ദി അമേരിക്കൻസ് ടു ബ്രേക്ക് ടൈസ് വിത്ത് ബ്രിട്ടൻ. ടൈസ് വിത്ത് ബ്രിട്ടൻ അതായത് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വയസ്സായിട്ടുള്ള ഏറ്റവും ബുദ്ധിപരമായ നീക്കം എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എന്ന് ആര് പ്രഖ്യാപിച്ചു? തോമസ് പെയിൻ പ്രഖ്യാപിച്ചു. ഓർത്തു വെക്കുക. അപ്പോൾ 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അതിനുശേഷം തോമസ് പെയിൻ അദ്ദേഹത്തിൻ്റെ ലോക പ്രശസ്തമായ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു പാംലെറ്റ്, ഒരു ലഘുലേഖ എഴുതി തയ്യാറാക്കുന്നു. അതിൽ അദ്ദേഹം എന്ത് ഡിക്ലെയർ ചെയ്യുന്നു? അമേരിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈസായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലണ്ടുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുക. ബ്രേക്ക് ആൾ ദി ടൈസ് വിത്ത് ബ്രിട്ടൻ. ബ്രിട്ടനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുകയാണ് എന്ന് ആര് പ്രഖ്യാപിച്ചു?
തോമസ് പെയിൻ പ്രഖ്യാപിച്ചു. അതിനെ തുടർന്നിട്ട് 1776 ജൂലൈ 4 എന്ത് ചെയ്തു? ദ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദി ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓർത്തു വെക്കുക, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ഒരു ഡിക്ലറേഷൻ നടപ്പിലാക്കുന്നത് എന്നാണ് 1776 ജൂലൈ 4 ഞങ്ങൾ അമേരിക്കയിലെ 13 കോളനീസിലെ ജനങ്ങളും പൂർണ്ണമായിട്ടും സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞുകൊണ്ട് 1776 ജൂലൈ 4 എന്ത് ചെയ്യുന്നു? ഒരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിക്കുന്നു. അത് എഴുതി തയ്യാറാക്കിയ ആളുടെ പേരോർത്ത് വെക്കണം, തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടി ചേർന്നിട്ടാണ് പ്രിപ്പയർഡ് ദി ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ത് ചെയ്യുന്നത്? എഴുതി തയ്യാറാക്കുന്നത് എന്ന് നമ്മളൊന്ന് ഓർത്തു വെക്കുക. തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ 1776 ജൂലൈ 4 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനുശേഷം 13 അമേരിക്കൻ കോളനീസിൻ്റെ കോണ്ടിനെൻ്റൽ ആർമിയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും തമ്മിലൊരു യുദ്ധം ഉണ്ടായി. 1781 എന്ത് ചെയ്തു? യുദ്ധം അവസാനിച്ചു. എൻഡഡ് ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലെ കോളനീസും ബ്രിട്ടീഷുകാരും ഇംഗ്ലണ്ടുകാരും തമ്മിലുള്ള ആ ഒരു യുദ്ധം എന്ത് ചെയ്തു? 1781 കൂടി അവസാനിക്കുന്നു. ആ യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു? ദ കോണ്ടിനെൻ്റ് ആർമി ആരെ പരാജയപ്പെടുത്തി? ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. 1781 1781 പരാജയപ്പെടുത്തി. അതിനുശേഷം 2 വർഷം കഴിഞ്ഞിട്ട് 1783 ലോകപ്രശസ്തമായ മറ്റൊരു സംഭവം ഉണ്ടായി, ട്രീറ്റി ഓഫ് പാരീസ്. ആ ട്രീറ്റി ഓഫ് പാരീസിലൂടെ ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദി ഫ്രീഡം ഓഫ് 13 കോളനീസ്. ഇംഗ്ലണ്ടുകാരെന്ത് ചെയ്തു? ഈ 13 കോളനീസിൻ്റെയും ഫ്രീഡം ഇംഗ്ലണ്ടുകാർ അംഗീകരിച്ചത് ഏത് ട്രീറ്റിയിലൂടെയാണ്? 1783 ട്രീറ്റി ഓഫ് പാരീസിലൂടെയാണ്. ഓർത്ത് വെക്കുക, ഇത്രയേ ഉള്ളൂ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. വളരെ സിമ്പിൾ. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. 2 ഡിമാൻഡ്സാണ് മുമ്പോട്ട് വെക്കുന്നത്. രാജാവിന് സമർപ്പിച്ചു, രാജാവ് റെഫ്യൂസ് ചെയ്തു. അതിനെ തുടർന്ന് 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ജോർജ് വാഷിങ്ടണിനെ കമാൻഡർ ഇൻ ചീഫ് ഓഫ് കോണ്ടിനെൻ്റൽ ആർമി ആയിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ കോമൺ സെൻസ് എന്ന് പറയുന്ന പാംലെറ്റ് എഴുതി തയ്യാറാക്കി. 1776 ജൂലൈ 4 എന്ത് ചെയ്തു? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നു. 1781 വാർ അവസാനിച്ചു. ഇംഗ്ലണ്ടും അതുപോലെ തന്നെ നോർത്ത് അമേരിക്കൻ കോളനീസും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. നോർത്ത് അമേരിക്കൻ കോളനീസ് ജയിച്ചു. അതിനെ തുടർന്നിട്ട് 1783 ട്രീറ്റി ഓഫ് പാരീസ് എന്ത് ചെയ്തു? സൈൻ ചെയ്യുന്നു. അതിനെ തുടർന്ന് ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ഫ്രീഡം ഓഫ് ദി 13 കോളനീസ്. ഇംഗ്ലണ്ട് ഈ 13 കോളനീസിൻ്റെയും ഫ്രീഡം അംഗീകരിച്ചു. ഇതിലെ പ്രധാനപ്പെട്ട ആളുകളുടെ പേര് ഓർത്ത് വെക്കുക. ജെയിംസ് ഓട്ടിസ് ഫ്രെയിം ദി സ്ലോഗൻ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ജോൺ ലോക്ക് പറഞ്ഞു എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. എല്ലാ ആളുകൾക്കും കുറേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അതിനെ ഹനിക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ ഒരു ഗവൺമെൻറ്റിന് പോലും അവകാശമില്ല എന്ന് പറഞ്ഞതാരാണ്? ജോൺ ലോക്കാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് മോട്ടിവേഷൻ നൽകിയിട്ടുണ്ട്. തോമസ് പെയിൻ അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാക്കാണ് there is something absurd in supposing a continent is perpetually governed by a foreign power. ഒരു ഫോറിൻ പവർ മറ്റൊരു വൻകര കുറേ കാലം ദീർഘകാലത്തേക്ക് ഭരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തല്ല? there is something absurd. അതെന്താണ്? യുക്തിഹീനമായതാണ്, യുക്തിക്ക് നിരക്കാത്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ജോർജ് വാഷിങ്ടനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു? സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ എന്ത് ചെയ്തു? കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി കോണ്ടിനെൻ്റൽ ആർമി ആയിട്ട് അദ്ദേഹം സെലക്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? പിന്നീട് 1783 ട്രീറ്റി ഓഫ് പാരീസ് ഒപ്പുവെച്ചതിന് ശേഷം USA എന്ന് പറയുന്ന ഒരു രാജ്യം ഫോം ചെയ്തു. ഈ 13 കോളനീസും കൂടിയിട്ട് ഒരൊറ്റ രാജ്യമായിട്ട് മാറി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയിട്ട് മാറി. ആൻഡ് ജോർജ് വാഷിങ്ടൺ ബിക്കെയിം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദി USA ഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന് അദ്ദേഹം എന്ത് ചെയ്തു? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് ആര് മാറി? ജോർജ് വാഷിങ്ടൺ മാറി. അതുപോലെ തന്നെ ജെയിംസ് മാഡിസൺ ഓർത്തു വെക്കുക, ഫ്രം ദി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസൻ്റെ ലീഡർഷിപ്പിലാണ്. ഓർത്തു വെക്കുക, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ എഴുതി തയ്യാറാക്കിയ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത അത് ലോകത്തിലെ തന്നെ ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. വളരെ സിമ്പിൾ. ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടതിൽ പ്രധാനപ്പെട്ട ഇയേഴ്സ് ഓർത്തു വെക്കുക.
അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഓർത്ത് വെക്കുക, അതുപോലെ തന്നെ ആളുകളുടെ പേര് ഓർത്ത് വെക്കുക, അവരുടെ കോൺട്രിബ്യൂഷൻ ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സസ് ഇൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകൾ നമ്മൾ എഴുതി വെക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൺ ദി ഫോളോയിങ് ഹിൻസ്. താഴെ തന്നിരിക്കുന്ന ഹിൻഡുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ഒന്ന് വിലയിരുത്താനാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ മെർക്കനലിസ്റ്റ് ലോസ് ആണ് ഒന്നാമത്തെ ഹിൻഡ്, രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആണ്. ഇത് രണ്ടും ഇപ്പം നമ്മൾ പറഞ്ഞു. ഇത് രണ്ടും എഴുതി വെച്ചാൽ എക്സാമിന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. സിമ്പിളായിട്ട് നമുക്ക് 6 മാർക്കും നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി ഈ ഏരിയയിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും എക്സാമിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് അമേരിക്കൻ റവല്യൂഷനാണ്, അല്ലെ റിസൾട്ട്സ് ഓഫ് ദി അമേരിക്കൻ റവല്യൂഷനാണ്. അമേരിക്കൻ റവല്യൂഷൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ്, അല്ലെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, അല്ലെ അത് ലേറ്റർ വേൾഡ് ഹിസ്റ്ററിയെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചത് എന്നൊക്കെ എക്സാമിന് ചോദിക്കാം. നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ കാര്യം. 4 പോയിന്റ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഒന്നാമത്തെ എന്താണ്, ഗൈവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ഓഫ് ദി ലേറ്റർ ടു ദി ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റവല്യൂഷൻസ് ഓൾ ഓവർ ദി വേൾഡ്. അതായത് പിന്നീടുണ്ടായ റവല്യൂഷൻസിനും അതുപോലെ തന്നെ ഫ്രീഡം സ്ട്രഗിൾസിനൊക്കെ എന്തായിട്ട് മാറി, ഒരു ഡയറക്ഷനും മോട്ടിവേഷനും നൽകാൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് കഴിഞ്ഞു. അതങ്ങനെയാണ്. ലോകത്ത് ആദ്യം നടക്കുന്ന കാര്യങ്ങൾ പിന്നീട് നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പാഠമാണ്, ഒരു ഡയറക്ഷനാണ്, ഒരു മോട്ടിവേഷനാണ്. അതുകൊണ്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആദ്യം നടന്നതുകൊണ്ട് തന്നെ പിന്നീട് വന്ന ഫ്രീഡം സ്ട്രഗിൾസിനും റവല്യൂഷൻസിനൊക്കെ അതെന്തായിട്ട് മാറി, ഒരു മോട്ടിവേഷനും ഡയറക്ഷനുമായിട്ട് മാറി. അടുത്ത രണ്ടാമത്തെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു, പുട്ട് ഫോർവേഡ് ദി കൺസെപ്റ്റ് ഓഫ് ദി റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്, റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് മുമ്പോട്ട് വെക്കുന്നത് ആരാണ്? അമേരിക്കയാണ്. അടുത്തെന്താണ്, പ്രിപ്പയർഡ് ദി ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കയാണ്, അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ജെയിംസ് മാഡിസൺ. നേരത്തെ പഠിച്ചു. ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും, മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ലോകത്ത് ആദ്യത്തെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയത് അമേരിക്ക, അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ജെയിംസ് മാഡിസൺ. അടുത്ത എന്താണ്, contributed the concept of federal system that ensured freedom and authority of states in the union. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? അമേരിക്കയായിരുന്നു. ആ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ദാറ്റ് എൻഷുർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദി യൂണിയൻ. ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടെങ്കിലും സ്റ്റേറ്റുകൾക്ക്, സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് ഫ്രീഡവും അതോറിറ്റിയും ഒക്കെ നൽകുന്ന ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നൊരു ഫോം ഓഫ് ഗവൺമെൻറ് രൂപീകരിച്ചത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷൻ്റെ ഏറ്റവും വലിയ ഒരു റിസൾട്ടായിട്ട് വിലയിരുത്തപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ റിസൾട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ലേറ്റർ വേൾഡ് ഹിസ്റ്ററിയിലുള്ള അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മളിതാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമുക്ക് ക്ലിയറാണ് അല്ലേ? ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ആളുകളുടെ പേര് ഓർത്ത് വെക്കുക, ഇയേഴ്സ് ഓർത്ത് വെക്കുക, കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ക്ലിയറായി. നെക്സ്റ്റ് നമുക്കറിയാം ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ നമുക്കറിയാം ഫ്രാൻസിലാണ്. അതിൻ്റെ കാരണങ്ങൾ വിശദമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് റൂളേഴ്സിൻ്റെ ഓട്ടോക്രസി തന്നെയാണ്. ഫ്രാൻസിലെ ബൂർബൺ ഡൈനാസ്റ്റിയിലെ ഓട്ടോക്രാറ്റിക് റൂളേഴ്സിൻ്റെ ഓട്ടോക്രസിയാണ് എന്തിൻ്റെ കാരണം? ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാരണം. നമ്മൾ ലൂയി 14, ലൂയി 15, ലൂയി 16 വൈഫായിട്ടുള്ള മേരി ആൻറ്റോണിയേറ്റ് അവരുടെയൊക്കെ വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ പഠിച്ചതാണ്. നമുക്കറിയാം ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ക്വാൻഡേഴ്സാണ്, ലക്ഷൂറിയസ് ലൈഫ് നയിച്ച ആളുകളാണ്, ഒരുപാട് യുദ്ധം ചെയ്ത ആളുകളാണ്, ജനങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് ടാക്സ് കളക്ട് ചെയ്ത ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ പ്രോബ്ലം ആരെന്നെയാണ്? അവിടുത്തെ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് തന്നെയാണ്. ഫ്രഞ്ച് റവല്യൂഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗം, ഫ്രഞ്ച് സൊസൈറ്റിയുടെ സ്ട്രക്ചർ. അത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റി ഇൻ ഫ്രാൻസ് ലെഡ് ടു ദി ഫ്രഞ്ച് റവല്യൂഷൻ. അത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ അതിൽ ഫ്രഞ്ച് സൊസൈറ്റിയെ നമുക്കറിയാം 3 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ ആരാണ്? ക്ലർജി. സെക്കൻഡ് എസ്റ്റേറ്റിൽ ആരാണ്? നൊബിലിറ്റി.
തേർഡ് എസ്റ്റേറ്റിൽ ആരാണ്? മിഡിൽ ക്ലാസ്, ഫാർമേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ. അതിൽ മിഡിൽ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ട്? ട്രേഡേഴ്സ് ഉണ്ട്, റൈറ്റേഴ്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, ഒഫീഷ്യൽസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ബാങ്കേഴ്സ് ഉണ്ട് അല്ലേ? വളരെ സിമ്പിൾ. അവിടെ തേർഡ് എസ്റ്റേറ്റിൽ ആരൊക്കെയുള്ള? മിഡിൽ ക്ലാസ് ഉണ്ട്, ഫാർമേഴ്സ് ഉണ്ട്, ക്രാഫ്റ്റ്സ്മെൻ ഉണ്ട്. മിഡിൽ ക്ലാസ്സിൽ ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്. ഇതാണ് ഫ്രഞ്ച് സൊസൈറ്റിയുടെ സ്ട്രക്ചർ. ഇനി അവരുടെ ഫീച്ചേഴ്സ്, അവരുടെ എന്താണ് സവിശേഷതകൾ, എന്തൊക്കെയാണ് അവരുടെ ജീവിത രീതികൾ? അതിൽ ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജി ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. അവർ വിശാലമായിട്ടുള്ള ഭൂപ്രദേശം കൈവശം വെച്ചു. അവർക്ക് ഇഷ്ടംപോലെ ഭൂമിയുണ്ട്. അടുത്തെന്താണ്? കളക്ട് ദ ടാക്സ് കാൾഡ് തിതെ. തിതെ എന്ന് പറയുന്ന ടാക്സ് കളക്ട് ചെയ്തു ഫ്രം ഫാമേഴ്സ്. ഫാമേഴ്സിൻ്റെ അടുത്ത് തിതെ കളക്ട് ചെയ്തു. അതുപോലെ തന്നെ എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. അവരെന്തടക്കുന്നില്ല? ടാക്സ് അടക്കുന്നില്ല. അതുപോലെ തന്നെ കൺട്രോൾഡ് ഹയർ പൊസിഷൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മിലിറ്ററി സർവീസ്. ഭരണത്തിലും സൈന്യത്തിലും ഉയർന്ന സ്ഥാനം വഹിച്ചു. ആര്? ക്ലർജി, പുരോഹിതന്മാർ, മതകാര്യങ്ങൾ ചെയ്യേണ്ട ആളുകളുടെ സവിശേഷതകളാണ് പറഞ്ഞത്. സെക്കൻഡ് എസ്റ്റേറ്റിൽ ആരാളുള്ളത്? നോബിലിറ്റി. അവർക്ക് ഒരൊറ്റ ഡ്യൂട്ടി ഉള്ളത് എൻഗേജ് ഇൻ മിലിറ്ററി സർവീസ്. അവർ സൈനിക സേവനം നടത്തി. കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രം ഫാമേഴ്സ്. അവരെന്ത് ചെയ്തു? ഫാമേഴ്സിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ടാക്സുകൾ കളക്ട് ചെയ്തു. മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജ്. ഫാമേഴ്സിനെ കൊണ്ട് കൂലി കൊടുക്കാതെ, വേജ് കൊടുക്കാതെ ജോലി ചെയ്യിപ്പിച്ചു. അടുത്ത എന്താണ്? എക്സംപ്റ്റഡ് ഫ്രം ടാക്സസ്. അവരും എന്തടക്കേണ്ട ആവശ്യമില്ല? ടാക്സുകൾ അടക്കേണ്ട ആവശ്യമില്ല. ലെഡ് ലക്ഷൂറിയസ് ലൈഫ്. ആഡംബര ജീവിതം നയിച്ചു. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. വിശാലമായിട്ടുള്ള ഭൂപ്രദേശം കൈവശം വെച്ചു അല്ലേ? അപ്പോൾ ഫ്രാൻസിലെ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ് ക്ലർജി ആൻഡ് നോബിലിറ്റി. ആദ്യത്തേതിൽ പുരോഹിതന്മാർ, രണ്ടാമത്തേത് ഫ്യൂഡൽ ലോർഡ്സ് അല്ലെങ്കിൽ പ്രഭുക്കന്മാർ. രണ്ടുപേരും സേഫാണ്, ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല. കാരണം ലക്ഷൂറിയസ് ലൈഫ് ഉണ്ട്, വാസ്റ്റ് ലാൻഡ് ഉണ്ട്, ടാക്സ് കളക്ട് ചെയ്യാം, അഡ്മിനിസ്ട്രേഷനിലെ മിലിറ്ററിയിലൊക്കെ ഹയർ പൊസിഷൻസ് ഉണ്ട്, എന്തടക്കവും വേണ്ട, ടാക്സ് അടക്കവും വേണ്ട, ഒരു പ്രശ്നമില്ല ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകൾക്ക്. ഓക്കെയാണ്. അപ്പോൾ തേർഡ് എസ്റ്റേറ്റ് ആണ് പ്രശ്നം. അവരാണ് പ്രശ്നം അനുഭവിച്ച ആൾക്കാർ. അവരുടെ ഫീച്ചേഴ്സ് എന്താണ്? നോ റോൾ ഇൻ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനിൽ ഒരു റോളും ഇല്ല. അതുപോലെ തന്നെ പെയ്ഡ് ലാൻഡ് ടാക്സ്, നെയിംലി തൈലെ എന്ന് പറയുന്ന ടാക്സ് അടച്ചു ടു ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിലേക്ക് തൈലെ എന്ന് പറയുന്ന ടാക്സ് അടച്ചു. അതുപോലെ തന്നെ ലോ സോഷ്യൽ സ്റ്റാറ്റസ്, താഴ്ന്ന സാമൂഹിക പദവിയാണ്. പെയ്ഡ് ടാക്സസ് ടു ക്ലർജി ആൻഡ് നോബിൾസ്. ക്ലർജി എന്ന് പറയുന്ന വിഭാഗത്തിനും നോബിൾസിനും അവരെന്തടച്ചു? ടാക്സ് അടച്ചു. എന്ന് പറഞ്ഞാൽ അകപ്പാട് ടാക്സാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇതാണ് ഫ്രഞ്ച് സൊസൈറ്റിയുടെ അന്നത്തെ ഘടന. ഇതാണ് പ്രോബ്ലം, അല്ലെങ്കിൽ ഇതാണ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റി. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റി എങ്ങനെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാരണമായത്? അപ്പം ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറയുന്ന ബോക്സിലുള്ള ഈ കാര്യം തന്നെയാണ് അവിടെ നമ്മൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ, അവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട സംഭവം തിതെ ഓർത്ത് വെക്കുക, തൈലെ ഓർത്ത് വെക്കുക. കാരണം ഫോക്കസ് ഏരിയ ആണ്, അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അപ്പോൾ തിതെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടാക്സ്, അതൊരു ടാക്സ് ആണ് കളക്റ്റഡ് ബൈ ക്ലർജി എന്ന് പറയുന്ന വിഭാഗം കളക്ട് ചെയ്ത ഒരു ടാക്സ് ആണ് ഫ്രം ഫാമേഴ്സിൻ്റെ അടുത്താണ് കളക്ട് ചെയ്തത്. അടുത്ത തൈല എന്ന് പറഞ്ഞാലോ അതും ഒരു ടാക്സ് ആണ്, പെയ്ഡ് ലാൻഡ് ടാക്സ് നെയിംലി ടു ദി ഗവൺമെൻറ്. തേർഡ് എസ്റ്റേറ്റ് അടച്ചൊരു ടാക്സ് ആണ് ടു ദി ഗവൺമെൻറ്റിലേക്ക് അടച്ചത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ. നന്നായിട്ട് പഠിച്ചു വെക്കുക, ബോക്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഫ്രഞ്ച് റവല്യൂഷൻ്റെ അടുത്ത കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു സോഷ്യൽ എക്കണോമിക് ഇനീക്വാളിറ്റിയൊക്കെ അനുഭവിച്ചിരുന്ന റൂളേഴ്സിൻ്റെ ഓട്ടോക്രസിയൊക്കെ അനുഭവിച്ചിരുന്ന ഒരു ജനങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് അവിടുത്തെ തിങ്കേഴ്സാണ്. അതുകൊണ്ട് ഫ്രഞ്ച് റവല്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വിഭാഗം തിങ്കേഴ്സാണ്. ഫ്രാൻസിലെ തിങ്കേഴ്സ് ഫ്രഞ്ച് റവല്യൂഷന് വളരെ പ്രധാനപ്പെട്ട സംഭാവന അവർ നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 ആളുകളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്: വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. എല്ലാവരെ കുറിച്ചും വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. വോൾട്ടയറിനെ കുറിച്ച് 2 പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുള്ളൂ. റിഡിക്യൂൾഡ് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി. പുരോഹിതന്മാർ, ക്ലർജി എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ചൂഷണത്തെ, എക്സ്പ്ലോയിറ്റേഷനെ അദ്ദേഹം റിഡിക്യൂൾഡ് എന്ന് പറഞ്ഞാൽ പരിഹസിച്ചു. പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമനിസം. റാഷണൽ തിങ്കിങ്, യുക്തിചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ഇക്വാലിറ്റി, സമത്വത്തെ പ്രോത്സാഹിപ്പിച്ചു. ഹ്യൂമാനിസം, മാനവികതയെ പ്രോത്സാഹിപ്പിച്ചു. ഇതൊക്കെ റവല്യൂഷന് ഭയങ്കര ഒരു മോട്ടിവേഷനായിട്ട് മാറി. റൂസോ, ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിങ്കർ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കായിരുന്നു മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവർ ഹീസ് ഇൻ ചെയിൻസ്.
മനുഷ്യന്മാരെല്ലാവരും സ്വതന്ത്രരായിട്ട് ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും അവൻ ചെങ്ങലയിലാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഫ്രീഡം എന്ന് പറയുന്ന ഐഡിയോളജിയുടെ ഇമ്പോർട്ടൻസ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഡിക്ലെയർഡ് ദാറ്റ് ദ പീപ്പിൾ ആർ സോവറിൻ, ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ മോണ്ടസ്ക്യൂയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എൻകറേജ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്. ഡെമോക്രസി, റിപ്പബ്ലിക്, ജനാധിപത്യം, റിപ്പബ്ലിക്, ഈ രണ്ട് ഐഡിയോളജീസ് എന്ത് ചെയ്തു? അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയുന്നു, അദ്ദേഹം സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ് ഇൻ ടു ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ആ ഒരു ഭരണം നന്നാവണമെങ്കിൽ നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഭരണത്തിന് 3 വിഭാഗങ്ങളുണ്ട്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇങ്ങനെ ഡിവിഷൻ ഓഫ് പവേഴ്സ്, പവറിനെ, അധികാരത്തെ ഇങ്ങനെ വേർതിരിക്കണം എന്ന് പറഞ്ഞതാരാണ്? മോണ്ടസ്ക്യൂ. അപ്പോൾ ഇവരുടെ ഐഡിയോളജീസ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് വോൾട്ടയർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി എന്ന് പറയുന്ന സംഭവത്തെ റിഡിക്യൂൾ ചെയ്തു. റാഷണൽ തിങ്കിങ്, ഈക്വാലിറ്റി, ഹ്യൂമാനിസം, ഫ്രീഡം, ഡെമോക്രസി, റിപ്പബ്ലിക്, പീപ്പിൾസ് സോവറിനിറ്റി, ഡിവിഷൻ ഓഫ് പവേഴ്സ്, ഇങ്ങനെ ഭയങ്കര ഐഡിയോളജീസാണ് ഫ്രാൻസിലെ തിങ്കേഴ്സ് മുമ്പോട്ട് വെച്ചത്. അത് തീർച്ചയായിട്ടും ഇതൊന്നും ഇല്ലാത്തൊരു ഫ്രഞ്ച് സൊസൈറ്റിയെ ഇത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? ഒരു റവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് തന്നെ ഈ തിങ്കേഴ്സിൻ്റെ ഐഡിയോളജീസ് മാറി. ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ് തന്നെ ഐഡിയോളജീസ് ഇൻസ്പയേഴ്സ് എന്ന, ആശയങ്ങൾ പ്രചോദനമേകുന്നു എന്ന്. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ തിങ്കേഴ്സ് ഇവരുടെ ഐഡിയോളജീസ് ഫ്രഞ്ച് റവല്യൂഷന് കാരണമായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ഹിൻസ്. താഴെ തന്നിരിക്കുന്ന ഹിൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ഒന്ന് ഫ്രഞ്ച് സൊസൈറ്റിയാണ് ഒന്നാമത്തെ ഹിൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു 3 എസ്റ്റേറ്റ്സ്, അവിടുത്തെ അതിൻ്റെ ഫീച്ചേഴ്സ്. അടുത്ത എന്താണ്? തിങ്കേഴ്സ് ആൻഡ് ഐഡിയോളജീസ്. അപ്പോൾ നമ്മൾ വോൾട്ടയറിനെ, റൂസോയെ, മോണ്ടസ്ക്യൂയെ കുറിച്ച് എഴുതുക. അത് ആ 2 ബോക്സിലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചാൽ 6 മാർക്സ് ഷുവറാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇനി ചിലപ്പോൾ ഓരോരുത്തരെ കുറിച്ച് ചോദിക്കാം. വേറെ വോൾട്ടയർ വേറെ, റൂസോ വേറെ, മോണ്ടസ്ക്യൂ വേറെ, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ അടുത്ത റൂളേഴ്സിൻ്റെ ഓട്ടോക്രസി, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനീക്വാളിറ്റി, അതുപോലെ തന്നെ റോൾ ഓഫ് തിങ്കേഴ്സ്. ഒരു റവല്യൂഷന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും എവിടെ ഉണ്ട്? ഫ്രാൻസിലുണ്ട്. ഇനി റവല്യൂഷൻ ഉണ്ടായാൽ മതി. അതിന് ഇടയായ സാഹചര്യം ഉണ്ടാവുന്നത് 1789 1789. ആ സമയത്ത് ഫ്രാൻസ് ഭരിക്കുന്നത് ലൂയിസ് 16 ആണ്. അതിൻ്റെ ഒരു സാഹചര്യം ഓർത്ത് വെക്കുക. നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭവങ്ങളാണ്. ഒന്ന് ടെന്നീസ് കോർട്ട് ഓത്ത്, അതുപോലെ തന്നെ നാഷണൽ അസംബ്ലി, ഫോർമേഷൻ ഓഫ് നാഷണൽ അസംബ്ലി, അതുപോലെ തന്നെ ടെന്നീസ് കോർട്ട് ഓത്ത്. ഇതിന് 2നും ഇടയായ സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാണ് എക്സാമിന് ചോദിക്കാം. 2ൻ്റെ ഉത്തരം ഏകദേശം ഒന്ന് തന്നെയാണ്. ടെന്നീസ് കോർട്ട് ഓത്താണെങ്കിൽ ഒരു സെൻറ്റൻസ് കൂടി അങ്ങോട്ട് ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. 1789 ആണ് കാലഘട്ടം എന്ന് ഓർത്ത് വെക്കുക. ആ സമയത്ത് ഫ്രാൻസിൻ്റെ ഒരു പ്രത്യേകത, ഫ്രാൻസ് ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം. ലക്ഷൂറിയസ് ലൈഫ് ആൻഡ് സ്കാൻഡർ ഓഫ് ദി ബൂർബൺ കിങ്സ്, ക്ലർജി, ലോർഡ്സ്, ഇവരുടെ ആഡംബര ജീവിതമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രാൻസിനെ ഈ ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് വാസ് ദേ വേജ്ഡ്, അവർ നിരന്തരമായിട്ട് ചെയ്ത യുദ്ധങ്ങൾ, അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് സ്പെൽസ് ഓഫ് ഡ്രോട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലിയർ, വരൾച്ചയും അതുപോലെ തന്നെ കൃഷിനാശവും, അതുപോലെ തന്നെ അതൊക്കെ ഫ്രാൻസിന് എന്ത് ചെയ്തു? ബാങ്ക്രപ്സി എന്ന് പറഞ്ഞ പാപ്പരത്വത്തിലേക്ക് നയിച്ചു. ദ ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റന്റ് ടു അമേരിക്കൻ കോളനീസ് ഇൻ ദി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ കോളനീസിനെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ പോയി സഹായിച്ചു ഫ്രാൻസുകാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രാൻസ് ആ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ് ഒക്കെ നൽകിയതിൻ്റെ ഭാഗമായിട്ട് ഫ്രാൻസ് ഭയങ്കരമായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിട്ടു. മാത്രമല്ല രാജാക്കന്മാരുടെ ലക്ഷൂറിയസ് ലൈഫ്, അതുപോലെ തന്നെ ഫ്യൂഡൽ ലോർഡ്സിൻ്റെ, നോബിൾസിൻ്റെ, അതുപോലെ തന്നെ അവിടുത്തെ ക്ലർജി, ഇവരുടെയൊക്കെ ലക്ഷൂറിയസ് ലൈഫ്, അതുപോലെ തന്നെ അവിടുത്തെ ഉണ്ടായ ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച, ക്രോപ്പ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൃഷിനാശം, ഇതൊക്കെ ഫ്രാൻസിനെ ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് തള്ളിയിട്ടപ്പോൾ അവിടുത്തെ രാജാവായിരുന്ന ലൂയിസ് 16 എന്ത് ചെയ്തു? അദ്ദേഹം സമ്മൺഡ് സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ആര് വിളിച്ചു ചേർത്തു? ലൂയിസ് 16 വിളിച്ചു ചേർത്തു. ഇൻ 1789 1789 എന്ത് ചെയ്ത്? ലൂയിസ് 16 സമ്മൺഡ് സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുന്നത്. ആ സ്റ്റേറ്റ് ജനറലിൻ്റെ പ്രത്യേകത, അത് ഫ്രഞ്ച് സൊസൈറ്റിയെ പോലെ തന്നെ അവിടെയും 3 എസ്റ്റേറ്റ് ഉണ്ട്.
അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവിടുത്തെ വോട്ടിംഗ് സിസ്റ്റത്തെ ചൊല്ലിയാണ് തർക്കം ഉണ്ടാവുന്നത്. ആദ്യത്തെ ഫസ്റ്റ് 2 എസ്റ്റേറ്റും വാദിച്ച എന്താണ്, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്ന് വാദിച്ചു. അതിൽ പറയുന്നുണ്ട് ദ ഫസ്റ്റ് 2 എസ്റ്റേറ്റ്സ് ആർഗ്യൂഡ് ഫോർ എസ്റ്റേറ്റ് വൈസ് സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്നുള്ള ആവശ്യം ആരുന്നയിച്ചു? ആദ്യത്തെ 2 എസ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ക്ലർജി, അതുപോലെ തന്നെ നോബിൾസ്. അതിനുശേഷം 3rd എസ്റ്റേറ്റ് എന്ത് ആവശ്യപ്പെട്ടു? ഇൻഡിവിജ്വൽ വോട്ട് ഫോർ ഈച്ച് മെമ്പർ. ഓരോ മെമ്പർക്കും ഓരോ വോട്ട് വേണമെന്ന് ആരും ആവശ്യപ്പെട്ടു? 3rd എസ്റ്റേറ്റും ആവശ്യപ്പെട്ടു. ഓർത്തു വെക്കുക, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായപ്പോൾ ലൂയിസ് 16 സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർക്കുന്നു. അവിടുത്തെ വോട്ടിംഗ് സിസ്റ്റം ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് വേണമെന്ന് ആദ്യത്തെ 2 എസ്റ്റേറ്റുകാർ ആവശ്യപ്പെട്ടു. ഓരോ മെമ്പർക്കും ഓരോ വോട്ട് വേണമെന്ന് 3rd എസ്റ്റേറ്റുകാർ ആവശ്യപ്പെട്ടു. ഈ തർക്കം തുടരവേ എന്ത് ചെയ്തു? 3ാമത്തെ എസ്റ്റേറ്റുകാർ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ദ 3rd എസ്റ്റേറ്റ് ഡിക്ലെയർഡ് ദംസെൽവ്സ് ആസ് നാഷണൽ അസംബ്ലി. അവർ 3rd എസ്റ്റേറ്റുകാർ എന്ത് ചെയ്തു? അവർ സ്വയം എന്തായിട്ട് പ്രഖ്യാപിച്ചു? നാഷണൽ അസംബ്ലി ആയിട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ അവർ അസംബിൾ ചെയ്തു. എന്നിട്ട് ദ സോഡ് no leave until the rules had framed constitution for France. ഫ്രാൻസിന് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് വരെ അവർ പിരിഞ്ഞു പോകില്ല എന്നെന്ത് ചെയ്തു? അവർ പ്രതിജ്ഞ എടുത്തു. ആ ഒരു സംഭവത്തെ പറയുന്ന പേരാണെന്ത്? ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. എന്തായാലും പറയാം, ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ടെന്നീസ് കോർട്ട് ഓത്ത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ, ഒന്ന് നാഷണൽ അസംബ്ലിയാണ്, രണ്ടാമത് ടെന്നീസ് കോർട്ട് ഓത്താണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, റൈറ്റ് ദി സർക്കംസ്റ്റാൻസ് വിച്ച് ലെഡ് ടു ദി ടെന്നീസ് കോർട്ട് ഓത്ത്. ടെന്നീസ് കോർട്ട് ഓത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ ആ ടെന്നീസ് കോർട്ട് ഓത്ത് എന്നുള്ള സ്ഥലത്ത് ചിലപ്പോൾ എന്താവാം? നാഷണൽ അസംബ്ലി ആവാം. രണ്ടും ആയാലും ഏകദേശം ഉത്തരം ഒരുപോലെ തന്നെയാണ്. ടെന്നീസ് കോർട്ട് ഓത്താണെങ്കിൽ അതിലേക്ക് ഒരു സെൻറ്റൻസ് കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് എഴുതി വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നിന്ന് എക്സാമിന് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പോൾ അതോടുകൂടി ഫ്രാൻസിലെ ടെന്നീസ് കോർട്ട് ഓത്ത് നടന്നു. ഫ്രാൻസിലെ 3rd എസ്റ്റേറ്റുകാർ എന്ത് ചെയ്തു? ദ ഡിക്ലെയർഡ് ദംസെൽവ്സ് ആസ് നാഷണൽ അസംബ്ലി. അതിനുശേഷം ഫ്രാൻസിലുണ്ടായ സംഭവങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ടൈം ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റുകൾ നമ്മൾ കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. 14 ജൂലൈ 1789, 1789 ജൂലൈ 14. ജൂലൈ 14ൻ്റെ പ്രത്യേകത, ഫ്രാൻസുകാർ ഇന്നും നാഷണൽ ഡേ ആയിട്ട് ആചരിക്കുന്നു, അവരുടെ ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഡെമോളിഷ്ഡ് ദി ബാസ്റ്റീൽ പ്രിസൺ. അവർ ബാസ്റ്റീൽ പ്രിസൺ തകർത്ത ദിവസമാണ്. ഏത് ദിവസം? 1789 ജൂലൈ 14. അത് അവർ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സ്ലോഗൻ ഉയർത്തിക്കൊണ്ട് ബൂർബൺ മൊണാർക്കിയുടെ സിമ്പിളായിട്ടുള്ള ബാസ്റ്റീൽ ഫോർട്ട് എന്ത് ചെയ്തു? ബാസ്റ്റീൽ പ്രിസൺ അവർ ഡെമോളിഷ് ചെയ്തു. ദിസ് ഇവൻറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദി കമൻസ്മെൻറ്റ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട്, തുടക്കമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ 12 ആഗസ്റ്റ് 1789, ഓഗസ്റ്റ് 12-ാം തീയതി 1789, ദ നാഷണൽ അസംബ്ലി പാസ്ഡ് ദ ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ. മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്ന ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ പാസ്സാക്കുന്നത് 1789 ഓഗസ്റ്റ് 12-നാണ്. നമ്മൾ നേരത്തെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ചു. എവിടെ? അമേരിക്കയിൽ, അല്ലേ? അത് എഴുതി തയ്യാറാക്കിയ നമ്മൾ പറഞ്ഞു തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അല്ലേ? ഇൻ ദി ഇയർ 1776 ജൂലൈ 4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 12 ഓഗസ്റ്റ് 1789 ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ, മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്ന ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഓഗസ്റ്റ് 12-നാണ് 1789. അടുത്ത ഒക്ടോബർ 1789, അതിൻ്റെ പ്രത്യേകത, തൗസൻഡ്സ് ഓഫ് വുമൺ മാർച്ച്ഡ് ഫ്രം പാരീസ് ടു ദി പാലസ് ഓഫ് വേഴ്സൈൽസ് വിത്ത് സ്ലോഗൻ ഗിവ് അസ് ബ്രെഡ്. ഞങ്ങൾക്ക് ഭക്ഷണം തരൂ, ഗിവ് അസ് ബ്രെഡ്, റൊട്ടി തരൂ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളടക്കമുള്ള ആളുകൾ വേഴ്സൈൽ കൊട്ടാരത്തിലേക്ക് മാർച്ച് നടന്നത് 1789 ഒക്ടോബർ മാസത്തിലാണ്. അതുപോലെ തന്നെ 1792 സെപ്റ്റംബറിൽ എന്ത് ചെയ്തു? നാഷണൽ കൺവെൻഷൻ ഫോംഡ് ആസ് പെർ ദി ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊക്ലൈംഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. എന്ത് ചെയ്തു? നാഷണൽ കൺവെൻഷൻ, പുതുതായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി ഒരു നാഷണൽ കൺവെൻഷൻ നിലവിൽ വന്നിട്ട് ആ നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിന് എന്തായിട്ട് പ്രഖ്യാപിച്ചു? ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് 1792 സെപ്റ്റംബറിലാണ്. ഓർത്തു വെക്കുക, 1789 ജൂലൈ 14 ഡെമോളിഷ്ഡ് ബാസ്റ്റീൽ പ്രിസൺ. 1789 ഓഗസ്റ്റ് 12 ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് ദി മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ.
1789 ഒക്ടോബറിൽ മാർച്ചുകൾ നടക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ക്ലാമറിങ് ഫുഡ്, ഗിവ് അസ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവർ മാർച്ചുകൾ നടത്തുന്നു. സെപ്റ്റംബർ 1792 ദ നാഷണൽ കൺവെൻഷൻ ഫോംഡ് ആസ് പെർ ദി ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊക്ലൈംഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നിലവിൽ വന്ന നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിന് എന്തായിട്ട് പ്രഖ്യാപിച്ചു? ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇത്രയാണ്. അതിൻ്റെ കോസസ് നമ്മൾ പഠിച്ചു. ഓട്ടോക്രാറ്റിക് റൂളേഴ്സിൻ്റെ ഓട്ടോക്രസി, ഫ്രാൻസിലെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനീക്വാലിറ്റി, റോൾ ഓഫ് തിങ്കേഴ്സ്, അവിടെ നാഷണൽ അസംബ്ലി ഉണ്ടാവുന്നു, ടെന്നീസ് കോർട്ട് ഓത്ത് നടക്കുന്നു. അവസാനം നമ്മൾ ഈ ഒരു ടൈം ലൈനും പഠിച്ചു. ഇനി നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിസൾട്ട്സ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഇമ്പാക്ട്സ്, അല്ലെ ലേറ്റർ വേൾഡ് ഹിസ്റ്ററിയിൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്? ലേറ്റർ വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള ലോക ചരിത്രത്തിൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ, ഇമ്പാക്ട്സ്, റിസൾട്ട്സ് അല്ലെ ഇൻഫ്ലുവൻസ് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ഒന്ന് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ മനോഹരമായ ഒരു ചിത്രത്തെ അത് കൊടുത്തിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഇൻഫ്ലുവൻസ്. ഒന്നാമത്തെ എന്താണ്? സ്റ്റിമുലേറ്റഡ് ആൾ ദി ലേറ്റർ റവല്യൂഷൻ ഇൻ ദി വേൾഡ്. ലോകത്തുള്ള പിന്നീടുള്ള എന്ത് ചെയ്തു? റവല്യൂഷൻസിനൊക്കെ ഒരു ആവേശം പകർന്നു. നമ്മൾ നേരത്തെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷനും പിന്നീടുള്ള റവല്യൂഷൻ എന്തായിട്ട് മാറി? ഒരു ആവേശമായിട്ട് മാറി. എൻഡഡ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഫ്യൂഡൽ സിസ്റ്റം അവസാനിച്ചു. ത്രട്ടൺ ദി ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്. ഓട്ടോക്രാറ്റിക് ഫ്രാൻസിൽ ഓട്ടോക്രാറ്റിക് റൂളേഴ്സിനെതിരെ നടന്ന ആ ഒരു റവല്യൂഷൻ മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളെയും അത് ഭയപ്പെടുത്തി. അടുത്ത എന്താണ്? പ്രൊക്ലൈംഡ് ദാറ്റ് നാഷൻ ഈസ് നോട്ട് മിയർലി എ റീജിയൻ ബട്ട് ദി പീപ്പിൾ. നാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് മിയർലി എ റീജിയൻ, അതൊരു പ്രദേശം മാത്രമല്ല, ബട്ട് ഇറ്റ്സ് പീപ്പിൾ, അത് ജനങ്ങളാണ്, ജനങ്ങൾക്കാണ് പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് ഫ്രഞ്ച് റവല്യൂഷൻ പ്രഖ്യാപിച്ചു. അടുത്ത എന്താണ്? കോൺട്രിബ്യൂട്ടഡ് ദി കൺസെപ്റ്റ് ഓഫ് പീപ്പിൾ സോവേണിറ്റി. ജനകീയ പരമാധികാരം, ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുമ്പോട്ട് വെച്ചു. അടുത്ത എന്താണ്? ലെഡ് ടു ദി എമർജൻസ് ഓഫ് നാഷണലിസം. നാഷണലിസത്തിൻ്റെ എമർജൻസിന്, ദേശീയതയുടെ എമർജൻസിന്, ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഒരു നാഷണലിസം എന്ന് പറയുന്ന ഒരു ഫീല് ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാൻ തുടങ്ങി. അടുത്ത എന്താണ്? ഹെൽപ്പ് ദി ഗ്രോത്ത് ഓഫ് ദി മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസിൻ്റെ പുരോഗതിയെ ഫ്രഞ്ച് റവല്യൂഷൻ ഭയങ്കരമായിട്ട് സഹായിച്ചു. അടുത്ത എന്താണ്? സ്പ്രെഡ് ദി ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി. നമ്മൾ നേരത്തെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ സ്ലോഗൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ഇവിടെ പഠിച്ചു ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഐഡിയാസ് ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് എന്ത് ചെയ്തു? വ്യാപിക്കാൻ ഫ്രഞ്ച് റവല്യൂഷൻ ഒരു കാരണമായി. അപ്പോൾ ഇത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ റിസൾട്ടാണ്, ഇൻഫ്ലുവൻസ് ആണ്, ഇമ്പാക്ട്സ് ആണ്. എക്സാമിന് എങ്ങനെയും ചോദിക്കാം, എങ്ങനെ ചോദിച്ചാലും എഴുതുക. ഓക്കെ, വളരെ സിമ്പിളാണ്. നമുക്ക് നന്നായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക്, ഈ ഭാഗത്തു നിന്ന് ഒരൊറ്റ മാർക്ക് പോലും നഷ്ടപ്പെടാനില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഇമ്പാക്ട്സ്. ഇനി ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗം കൂടിയുണ്ട്, നെപ്പോളിയൻ. അല്ലെ, നെപ്പോളിയൻ എന്ന് പറയുന്നത് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. അല്ലെ, 1789 ഫ്രഞ്ച് റവല്യൂഷൻ 1789 അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമൊക്കെ നടക്കുന്ന 1789 അത് കഴിഞ്ഞിട്ട് കറക്റ്റ് 10 വർഷം കഴിഞ്ഞിട്ട് ഓർക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് പറയാണ് 1799 നെപ്പോളിയൻ ക്യാപ്ചേർഡ് ദ പവർ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ അധികാരം ആര് പിടിച്ചെടുത്തു? നെപ്പോളിയൻ പിടിച്ചെടുത്തു. അല്ലേ, നെപ്പോളിയൻ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു ഓട്ടോക്രാറ്റിക് ഫീച്ചേഴ്സ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ ചില ഭാഗത്തൊക്കെ ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? മറ്റ് രാജ്യങ്ങളോടൊക്കെ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തു, ഒരുപാട് കലഹിച്ചു. എങ്ങനെയൊക്കെ ആയാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അദ്ദേഹം ഒരുപാട് ഭയങ്കര ദീർഘവീക്ഷണമുള്ള ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആര് നടപ്പിലാക്കി? നെപ്പോളിയൻ നടപ്പിലാക്കി. നെപ്പോളിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. നെപ്പോളിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ടെക്സ്റ്റ് ബുക്കിൽ 6 പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലേ, ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ ആവശ്യപ്പെട്ടത്, അതാണ് നെപ്പോളിയൻ നടപ്പിലാക്കി കൊടുത്തത്. അല്ലേ, ഒന്നാമത്തെ തന്നെ നോക്കുക, ഫാമേഴ്സ് വർ മെയ്ഡ് ദി ഓണേഴ്സ് ഓഫ് ലാൻഡ്. ഫാമേഴ്സിനെ എന്താക്കി മാറ്റി? ലാൻഡിൻ്റെ ഓണേഴ്സ് ആക്കി മാറ്റി. ഫാമേഴ്സ് വർ മെയ്ഡ്. ഇതല്ലേ ഫ്രഞ്ച് റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം? ലാൻഡ് മുഴുവൻ ഫസ്റ്റ് 2 എസ്റ്റേറ്റ്സിൻ്റെ കയ്യിലായിരുന്നു. ഫാമേഴ്സിന് സ്വന്തമായിട്ട് ലാൻഡില്ല.
ആ ഫാമേഴ്സിന് സ്വന്തമായിട്ട് ലാൻഡ് കൊടുത്തു. എങ്ങനെ? ആരുടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടാവും? ക്ലർജി, അതുപോലെ തന്നെ നോബിലിറ്റി, ഇവരുടെ നിന്ന് പിടിച്ചെടുത്തിട്ട് ഫാമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അടുത്ത ഫോംഡ് സിങ്കിങ് ഫണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. വിത്ത് എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്, പൊതുകടം ഇല്ലാതാക്കുക. പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുകടം, രാജ്യത്തിൻ്റെ കടം, അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫണ്ട് തന്നെ സ്ഥാപിച്ചു, സിങ്കിങ് ഫണ്ട്. അടുത്തെന്താണ്? കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തുണ്ടാക്കി? ഒരുപാട് റോഡുകൾ ഉണ്ടാക്കി. കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. അടുത്തെന്താണ്? എക്സസൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ക്ലർജി എന്ന് പറയുന്ന വിഭാഗത്തെ നമ്മൾ പറഞ്ഞു, ക്ലർജി ഫസ്റ്റ് സ്റ്റേറ്റ് ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, കൺട്രോൾഡ് ഹയർ പൊസിഷൻ ഇൻ മിലിറ്ററി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, exempted from all taxes, collected tax namely തിതെ ഫ്രം ഫാമേഴ്സ്. ഇത്രയൊക്കെ റൈറ്റ്സ് ഉള്ള ആ ക്ലർജി എന്ന് പറയുന്ന വിഭാഗത്തെ എവിടെയാക്കി? സ്റ്റേറ്റ്സിൻ്റെ കൺട്രോളിലാക്കി മാറ്റി. അടുത്ത പോയിന്റ് എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫിനാൻസ്. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ടു സെൻട്രലൈസ് ഫിനാൻസ് സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ധനകാര്യ പുരോഗതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ബാങ്ക് തന്നെ സ്ഥാപിച്ചു, ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അടുത്ത അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന, പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈയിങ് എക്സിസ്റ്റിംഗ് ലോ. അദ്ദേഹം എന്തുണ്ടാക്കി? ഒരു ന്യൂ കോഡ് ഓഫ് ലോ ഉണ്ടാക്കി, നെപ്പോളിയൻസ് കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈയിങ് എക്സിസ്റ്റിംഗ് ലോസ്. നിലവിലുള്ള നിയമങ്ങളെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നെപ്പോളിയൻ എന്തുണ്ടാക്കി? ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. അതാണ് നെപ്പോളിയൻസ് കോഡ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഇതാണ് നെപ്പോളിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നെപ്പോളിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. വളരെ പ്രധാനപ്പെട്ടതാണ്. 1789 ഫ്രഞ്ച് റവല്യൂഷൻ, 1799 നെപ്പോളിയൻ അധികാരത്തിലെത്തുന്നു. എന്നിട്ട് നെപ്പോളിയൻ അധികാരത്തിലെത്തിയതിനു ശേഷം ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് നടപ്പിലാക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തു. അടുത്തുള്ള രാജ്യങ്ങളുടെയൊക്കെ ശത്രുത സമ്പാദിച്ചു. അടുത്തുള്ള രാജ്യങ്ങളൊക്കെ എന്താക്കി മാറ്റി? ഒരു അലയൻസ് ഉണ്ടാക്കി, യൂറോപ്യൻ അലയൻസ് ഉണ്ടാക്കി. എന്നിട്ട് അവർ നെപ്പോളിയനെതിരെ യുദ്ധം ചെയ്തു. എന്നിട്ട് നെപ്പോളിയനെതിരെ യുദ്ധം ചെയ്തിട്ട് 1815 അദ്ദേഹം പരാജയപ്പെട്ടു. 1815 അദ്ദേഹം പരാജയപ്പെട്ടു. ഇൻ ദി ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്ന് പറയുന്ന യുദ്ധത്തിൽ വെച്ചിട്ട് ആര് പരാജയപ്പെട്ടു? നെപ്പോളിയൻ പരാജയപ്പെട്ടു. ഇൻ ദ ഇയർ 1815. എക്സാമിന് ചോദിക്കാം. ടൈം ലൈൻ തയ്യാറാക്കാൻ ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1815 1799 അദ്ദേഹം ഫ്രാൻസിൽ അധികാരം പിടിച്ചെടുക്കുന്നത്. 1815 അദ്ദേഹം എന്തെന്നു? ബാറ്റിൽ ഓഫ് വാട്ടർലൂവിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഡിഫീറ്റഡ് ബൈ യൂറോപ്യൻ അലയൻസ്. അതായത് യൂറോപ്യൻ അലയൻസ് അദ്ദേഹത്തെ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യം പഠിക്കാനുള്ളൂ. അപ്പം നെപ്പോളിയൻ്റെ റിഫോംസ് പല രീതിയിൽ ചോദിക്കാം. യൂറോപ്പിൽ, ഫ്രാൻസിൽ ഫ്യൂഡലിസം അവസാനിക്കാൻ കാരണമായി. അതുപോലെ തന്നെ ക്ലർജി, നോബിലിറ്റി, ഇവരുടെ സുപ്രീമസി തകരാൻ കാരണമായി. ഫ്രാൻസിൽ ഇക്വാലിറ്റി ഉണ്ടാവാൻ കാരണമായി. അതുപോലെ തന്നെ അദ്ദേഹം നടപ്പിലാക്കിയ ആശയങ്ങൾ എന്തുതന്നെയാണ്? ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഐഡിയോളജീസ് തന്നെയാണ്. പല രീതിയിൽ ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും നെപ്പോളിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് നന്നായിട്ട് പഠിക്കുക, നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, അത് എഴുതി വെക്കുക. ഇത്രയും ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യം നമ്മൾ പഠിക്കാൻ നമുക്കുള്ളൂ. ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നെപ്പോളിയൻ്റെ ഒരു റെയിൻ ഓഫ് നെപ്പോളിയനും നമ്മൾ പഠിച്ചു. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് റഷ്യൻ റവല്യൂഷൻ. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ വർക്കേഴ്സ് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷനാണ്. അപ്പോൾ റഷ്യൻ റവല്യൂഷൻ നമുക്കറിയാം വർക്കേഴ്സാണ് നടത്തുന്നത്. നമുക്കറിയാം റഷ്യയിലെ ഫാക്ടറി വർക്കേഴ്സ്, റഷ്യയിലെ ഫാമേഴ്സ്, അവരൊക്കെയാണ് റഷ്യൻ റവല്യൂഷൻ്റെ മുൻപന്തിയിലുള്ളത്. റഷ്യയിലെ റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ് അണ്ടർ ദി ഓട്ടോക്രസി ഓഫ് ദി സാറിസ്റ്റ് എംപറേഴ്സ് ഹു റൂൾഡ് റഷ്യ. റഷ്യ ഭരിച്ചിരുന്ന ഭരണാധികാരികളെ പറയുന്ന പേരാണ് സാറിസ്റ്റ് എംപറേഴ്സ്. ആ സാറിസ്റ്റ് എംപറേഴ്സിൻ്റെ ഭരണത്തിന് കീഴിൽ ഫാമേഴ്സും ഫാക്ടറി വർക്കേഴ്സൊക്കെ ഒരു ട്രാജിക് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അടുത്തതാണ് ദ ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. റഷ്യ വലിയ രാജ്യമാണ്, ഇഷ്ടംപോലെ അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ട്. എന്നിട്ടും അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അഫക്റ്റഡ് ദി ഫാമേഴ്സ് ഇൻകം. Moreover, the landless farmers had to pay huge tax. അവർക്ക് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു. അത് അവരുടെ ഇൻകം, വരുമാനത്തെ ബാധിച്ചു. മാത്രമല്ല ലാൻഡ്ലെസ് ഫാമേഴ്സ്, സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത ഫാമേഴ്സാണ്. ലാൻഡ് മുഴുവൻ ലാൻഡ് ലോഡ്സിൻ്റെ കയ്യിലാണ്. ആ ഫാമേഴ്സ് എന്തടക്കണം? ടു പേ
ഹ്യൂജ് ടാക്സ്, അവർ വലിയ നികുതി അടക്കണം. അടുത്തെന്താണ്? ദോ റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ്. റഷ്യ വലിയ രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്, നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് സമ്പന്നമാണ്. ദർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വാസ് മീഗർ. എന്നിട്ടും അവരുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും എന്തായിരുന്നു? തുച്ഛമായിരുന്നു. ഇറ്റ് വാസ് ദി ഫോറിനേഴ്സ് ഹൂ കൺട്രോൾഡ് മെജോറിറ്റി ഓഫ് ദി ഇൻഡസ്ട്രീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദർ. അതായത് റഷ്യയിലുള്ള ഭൂരിഭാഗം ഇൻഡസ്ട്രീസും കൺട്രോൾ ചെയ്തിരുന്നത് ആരായിരുന്നു? റഷ്യയിലെ ഫോറിനേഴ്സ് ആയിരുന്നു, വിദേശികളായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് റഷ്യൻ റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ ഫാമേഴ്സും ഫാക്ടറി വർക്കേഴ്സും അസംതൃപ്തരാണ്. അവർ ട്രാജിക് ലൈഫാണ് നയിച്ചത്. സാറിസ്റ്റ് എംപറേഴ്സ് അവരുടെ പുരോഗതിക്ക് ആവശ്യമായുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മാർക്സിസ്റ്റ് ഐഡിയോളജീസിന് ഭയങ്കര സ്വീകാര്യത കിട്ടി. മാർക്സിസ്റ്റ് ഐഡിയോളജീസിന് ഭയങ്കര സ്വീകാര്യത കിട്ടി. അതിൻ്റെ വക്താക്കൾ, അത് ഉണ്ടാക്കിയത് ആരൊക്കെയാണ്? കാൾ മാക്സും ഫെഡറിക് ആംഗൽസുമാണ്. നമുക്കറിയാം, കാർൾ മാക്സും ഫെഡറിക് ആംഗൽസും കൂടി രൂപം കൊടുത്ത മാർക്സിസ്റ്റ് ഐഡിയോളജീസിന് റഷ്യയിൽ ഭയങ്കര സ്വീകാര്യത കിട്ടി. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പാർട്ടി രൂപം കൊണ്ട് റഷ്യയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി അത് രണ്ടായിട്ട് പിരിഞ്ഞു, മെൻഷെവിക്സ് ആൻഡ് ബോൾഷെവിക്സ്. മെൻഷെവിക്സ് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി, ബോൾഷെവിക്സ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നന്നായിട്ട് വായിക്കണം. മെൻഷെവിക്സിന്റെ പ്രധാനപ്പെട്ട ലീഡറായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി. ബോൾഷെവിക്സിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിരുന്നു ലെനിൻ ആൻഡ് ട്രോട്സ്കി. അപ്പോൾ ഇത് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. മാർക്സിസ്റ്റ് ഐഡിയോളജീസ് റഷ്യൻ റവല്യൂഷനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് ഉണ്ടാക്കിയത് ആരൊക്കെയാണ്? കാൾ മാക്സും ഫ്രെഡറിക് ആംഗൽസും ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുണ്ടായ പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ്. രണ്ടായിട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു, മെൻഷെവിക്സും ബോൾഷെവിക്സും. അലക്സാണ്ടർ കെറൻസ്കി മെൻഷെവിക്സിൻ്റെ ലീഡറാണ്. ബോൾഷെവിക്സിൻ്റെ ലീഡർ ലെനിനും ട്രോട്സ്കിയുമാണ്. അതുപോലെ തന്നെ മെൻഷെവിക്സ് മൈനോറിറ്റിയാണ്, ബോൾഷെവിക്സ് മെജോറിറ്റിയാണ്. അപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയെക്കുറിച്ചോ മാർക്സിസ്റ്റ് ഐഡിയോളജീസിനെ കുറിച്ചോ 2 മാർക്കിനോ 3 മാർക്കിനോ എക്സാമിന് ചോദിച്ചാൽ അത് എഴുതി വെക്കണം. അതായിരുന്നു റഷ്യയിലെ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. 1905 റഷ്യയും ജപ്പാനും ഒരു യുദ്ധം ചെയ്തു. റഷ്യ പരാജയപ്പെട്ടു. റഷ്യ ഭയങ്കരമായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോയി. ഫാമിൻസ് ഉണ്ടായി, പോവേർട്ടി ഉണ്ടായി. ഭയങ്കരമായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോയപ്പോൾ റഷ്യയിലെ ജനങ്ങൾ സ്ട്രൈക്സ് നടത്താൻ തുടങ്ങി, മാർച്ചുകൾ നടത്താൻ തുടങ്ങി. വിമൻസ് അടക്കിയുള്ള ആളുകൾ തെരുവിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പെട്രോഗ്രാഡ് എന്ന് പറയുന്ന നഗരത്തിൽ മാർച്ച് നടത്തി. 1905 ജനുവരി 9 ഇങ്ങനെ മാർച്ച് നടത്തിയ ജനങ്ങൾക്ക് നേരെ ഒരു പ്രകോപനമില്ലാതെ രാജാവിൻ്റെ സൈന്യം എന്ത് ചെയ്യുന്നു? ഫയർ ചെയ്യുന്നു, വെടിവെക്കുന്നു. അതിനെ തുടർന്നിട്ട് 100 കണക്കിന് ആളുകൾ മരണപ്പെടുന്നു. ആ സംഭവത്തെ പറയുന്ന പേരാണെന്ത്? ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്. പ്രതിഷേധം ഭയങ്കര ശക്തമാക്കി. ബ്ലഡി സൺഡേ ഉണ്ടായപ്പം വീണ്ടും പ്രതിഷേധം ശക്തമാവാൻ തുടങ്ങി. അങ്ങനെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സ്ട്രൈക്ക് നടത്താൻ വേണ്ടിയിട്ട് കർഷകരുടെ, തൊഴിലാളികളുടെ ചെറിയ ഓർഗനൈസേഷൻ രൂപീകരിച്ചു. അതിൻ്റെ പേരാണ് സോവിയറ്റ് എന്ന് പറയുന്നത്. സോവിയറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്മാൾ വർക്കേഴ്സ് യൂണിയൻ അല്ലെങ്കിൽ സ്മാൾ വർക്കേഴ്സ് ഓർഗനൈസേഷൻ ടു കണ്ടക്ട് സ്ട്രൈക്ക് എഗെയിൻസ്റ്റ് എംപറേഴ്സ്. ചക്രവർത്തിക്കെതിരെ, അല്ലെങ്കിൽ ചക്രവർത്തിയുടെ പേര് നിക്കോളാസ് സെക്കൻഡ്, അദ്ദേഹത്തിനെതിരെ സമരം നടത്താൻ രൂപീകരിച്ച സ്മാൾ വർക്കേഴ്സ് യൂണിയനെ പറയുന്ന പേരാണെന്ത്? സോവിയറ്റ് എന്ന് പറയുന്നത്. സോവിയറ്റുകൾ നിരന്തരമായിട്ട് സമരം നടത്തി. അവസാനം രാജാവ് ഗത്യന്തരമില്ലാതെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് അവർക്ക് രൂപം ചെയ്തു കൊടുത്തു. അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഡ്യൂമ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡി സൺഡേ, സോവിയറ്റ്സ്, ഡ്യൂമ, ഇത് 3 ഒന്ന് ഓർത്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഫോക്കസ് ഏരിയ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ബ്ലഡി സൺഡേ 1905 ജനുവരി 9 ഓർത്ത് വെക്കുക. പെട്രോഗ്രാഡിലാണ് സംഭവം നടക്കുന്നത്. തൗസൻഡ്സ് ഓഫ് വിമൻസ്, എന്താണ്, വിമൻസ് അടക്കിയുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്? മാർച്ച് നടത്തുന്നത്. അതിനെതിരെ രാജാവിൻ്റെ സൈന്യം ഫയർ ചെയ്യുന്നു. ഒരുപാട് ആളുകൾ അതിനെ തുടർന്നിട്ട് മരിക്കുന്നു. ആ ഒരു ദാരുണമായ സംഭവത്തെ ബ്ലഡി സൺഡേ എന്ന് പറയുന്നു. അതിനുശേഷം സോവിയറ്റ്സ് എന്ന് പറഞ്ഞ സംഘങ്ങൾ രൂപീകരിക്കുന്നു. സ്മാൾ വർക്കേഴ്സ് ഗ്രൂപ്പ് ഓർ വർക്കേഴ്സ് ഓർഗനൈസേഷൻ ടു കണ്ടക്ട് സ്ട്രൈക്ക് അഗെയിൻസ്റ്റ് എംപറേഴ്സ്. ചക്രവർത്തിക്കെതിരെ എന്താണ് സമരം നടത്താൻ രൂപീകരിച്ച ചെറിയ തൊഴിലാളി സംഘങ്ങളെ പറയുന്ന പേരാണ് സോവിയറ്റ്സ് എന്ന് പറയുന്നത്. അവർ രൂപം കൊടുത്ത അവരുടെ സമരത്തിൻ്റെ ഫലമായിട്ട് രാജാവ് അവർക്ക് അനുവദിച്ചു കൊടുത്ത പാർലമെൻറ്റ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ പറയുന്ന പേരാണെന്ത്? ഡ്യൂമ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക.
കുറച്ചു കാലം റഷ്യ അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നു. 1914 ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങി. ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങിയപ്പോൾ ഡ്യൂമയുടെ എതിർപ്പിനെ മറികടന്നിട്ട് നിക്കോളാസ് സെക്കൻഡ് എവിടെ പങ്കെടുത്തു? ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്തു. 1914 കഴിഞ്ഞു, 15 കഴിഞ്ഞു, 16 കഴിഞ്ഞു, 17 എത്തിയപ്പോൾ റഷ്യ വീണ്ടും ഭയങ്കരമായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോയി. പോവേർട്ടി, ഫാമിനൊക്കെ ശക്തമായി, ഫുഡ് ഷോർട്ടേജ് സിവിയറായി. സ്വാഭാവികമായിട്ടും അതിനെതിരെ വീണ്ടും സമരങ്ങൾ നടക്കാൻ തുടങ്ങി. ആദ്യ സമയത്ത് ഈ സ്ട്രൈക്കിനെ, ഈ മാർച്ചുകളെയൊക്കെ സോൾജിയേഴ്സ് അടിച്ചമർത്തി സപ്രസ് ചെയ്തു. പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സോൾജിയേഴ്സ് ആരുടെ കൂടെ കൂടി? ഈ റവല്യൂഷണറീസിനെ കൂടിയിട്ട് എന്ത് ചെയ്തു? രാജാവിനെതിരെ തിരിഞ്ഞു. അതോടുകൂടി രാജാവിന് സ്വന്തം സൈന്യമില്ലാതായി. അതുകൊണ്ട് തന്നെ രാജാവ് ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു. മെൻഷെവിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് അധികാരം കിട്ടി. അലക്സാണ്ടർ കെറൻസ്കി അധികാരത്തിലെത്തി. ആ സംഭവത്തെ പറയുന്ന പേരാണ് ഫെബ്രുവരി റവല്യൂഷൻ. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നന്നായിട്ട് വായിക്കുക. ഫെബ്രുവരി റവല്യൂഷൻ ഓർത്ത് വെക്കാൻ 1917 മാർച്ച് മാസത്തിലാണ് നടക്കുന്നത്. മാർച്ച് മാസത്തിൽ നടന്നിട്ടും അതിനെ ഫെബ്രുവരി റവല്യൂഷൻ എന്ന് വിളിക്കാനുള്ള കാരണം റഷ്യൻ കലണ്ടർ ഒരു മാസം പിന്നോട്ടാണ് റഷ്യൻ റീജിയണൽ കലണ്ടർ എന്ന് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതിനെ ഫെബ്രുവരി റവല്യൂഷൻ. അലക്സാണ്ടർ കെറൻസ്കി അധികാരത്തിലെത്തി. അലക്സാണ്ടർ കെറൻസ്കിക്കെതിരെ രണ്ടാമത്തെ റവല്യൂഷനും കൂടി നടത്തി അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ലെനിൻ. അദ്ദേഹം ഫസ്റ്റ് നടക്കുന്ന ഫെബ്രുവരി റവല്യൂഷൻ്റെ സമയത്ത് അവരൊന്നും റഷ്യയിലില്ല. അദ്ദേഹം സ്വിറ്റ്സർലൻഡിലായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നു. സോവിയറ്റുകൾക്ക് അധികാരം തിരിച്ചു കിട്ടണമെന്ന് അദ്ദേഹം വാദിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും അലക്സാണ്ടർ കെറൻസ്കിക്ക് പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ രണ്ടാമത്തെ റവല്യൂഷൻ നടന്നത് ബോൾഷെവിക്സ് ആണ്. അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ലെനിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവം നടക്കുന്നു. ആർക്കെതിരെ? അഗെയിൻസ്റ്റ് അലക്സാണ്ടർ കെറൻസ്കി, ദ ലീഡർ ഓഫ് മെൻഷെവിക്കുകളുടെ നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെറൻസ്കിക്കെതിരെ രണ്ടാമതൊരു റവല്യൂഷൻ നടന്നു. ആ റവല്യൂഷനെ പറയുന്ന പേരാണെന്ത്? ഒക്ടോബർ റവല്യൂഷൻ എന്ന് പറയുന്നത്. ലെനിൻ്റെ ലീഡർഷിപ്പിലാണ്, ബോൾഷെവിക്സ് ആണ്, മെൻഷെവിക്സിനെതിരെയാണ്, അലക്സാണ്ടർ കെറൻസ്കിക്കെതിരെയാണ്. ആ ഒക്ടോബർ റവല്യൂഷൻ്റെ മുമ്പായിട്ട്, അല്ലെങ്കിൽ ഒക്ടോബർ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഈ ബോൾഷെവിക്സ് എന്ത് ചെയ്തു? 3 demands, 3 ആവശ്യങ്ങൾ എന്ത് ചെയ്തു? അവർ മുന്നോട്ട് വെച്ചു. എന്തൊക്കെയാണ് അവരുടെ 3 ആവശ്യങ്ങൾ? ഒന്നാമത്തെ, വിഡ്രോ റഷ്യ ഫ്രം ദി ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ എന്ത് ചെയ്യണം? ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്നും പിൻവാങ്ങണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ഡിമാൻഡ്. രണ്ടാമത്തെ എന്തായിരുന്നു? സീസ് ദ ലാൻഡ്സ് ഓൺഡ് ബൈ ദി ലോർഡ്സ്. പ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് എന്ത് പിടിച്ചെടുക്കണം? ലാൻഡ് പിടിച്ചെടുക്കണം. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം അമംഗ് ദി ഫാമേഴ്സ്. ഫാമേഴ്സിന് എന്ത് ചെയ്യണം? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. മൂന്നാമത്തെ ഡിമാൻഡ് എന്തായിരുന്നു? മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. ഫാക്ടറീസ് എന്താക്കി മാറ്റണം? പബ്ലിക് പ്രോപ്പർട്ടി ആക്കി മാറ്റണം. ഞാൻ പറഞ്ഞു റഷ്യൻ റവല്യൂഷൻ വർക്കേഴ്സ് റവല്യൂഷനാണ്. അതുകൊണ്ട് ആദ്യത്തെ ഡിമാൻഡ് ഫാമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലാൻഡ് ലോർഡ്സിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് അമംഗ് ഫാമേഴ്സിന് വിതരണം ചെയ്യുക. അടുത്തെന്താണ്? മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. ഫാക്ടറീസ് എന്താക്കി മാറ്റുക? പബ്ലിക് പ്രോപ്പർട്ടി ആക്കി മാറ്റുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ആദ്യത്തത് വിഡ്രോ റഷ്യ ഫ്രം ദി ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്നും പിന്മാറണം. പിന്മാറണം എന്നുള്ളതാണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് വർ ദി ഡിമാൻഡ്സ് ഓഫ് ദി ബോൾഷെവിക്സ് ഡ്യൂറിങ് വേൾഡ് വാർ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ബോൾഷെവിക്സ് മുമ്പോട്ട് വെച്ച ഡിമാൻഡ്സ് എന്തൊക്കെയെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒക്ടോബർ റവല്യൂഷൻ, ഫസ്റ്റ് വേൾഡ് വാർ എന്നുള്ള സ്ഥലത്ത് ഒക്ടോബർ റവല്യൂഷൻ്റെ ഡിമാൻഡ്സ് എന്തൊക്കെയെന്ന് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാൽ ഉത്തരം ഇത് 3 എക്സാമിന് ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പോയിൻ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അങ്ങനെ ഈ ഡിമാൻഡ്സ് ഒക്കെ മുമ്പോട്ട് വെച്ചുകൊണ്ട് റവല്യൂഷൻ നടത്തി. ആ റവല്യൂഷൻ നടന്ന ബോൾഷെവിക്സ് ആണ്. ആംഡ് റബല്യനാണ്. അതുകൊണ്ട് തന്നെ മെൻഷെവിക്സ് അധിക കാലം റഷ്യയിൽ അവർക്ക് നിൽക്കാൻ പറ്റിയില്ല. അവരൊക്കെ എന്തെന്നു? റഷ്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് അവർ ഭയന്നോടുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. അതിനെ തുടർന്ന് അധികാരം ആരുടെ കയ്യിലെത്തി? ലെനിൻ്റെ കയ്യിൽ എത്തിയതിനു ശേഷം ലെനിൻ്റെ ലീഡർഷിപ്പിലുള്ള ഒരു ക്യാബിനറ്റാണ് പിന്നെ റഷ്യ ഭരിക്കുന്നത്. ലെനിൻ്റെ ലീഡർഷിപ്പിലുള്ള ഒരു ക്യാബിനറ്റാണ് റഷ്യ ഭരിക്കുന്നത്. അതാണ് റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ആ ലെനിൻ്റെ ലീഡർഷിപ്പുള്ള ക്യാബിനറ്റ് കുറച്ച് റിഫോംസ് നടപ്പിലാക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. ടെക്സ്റ്റ് ബുക്കിൽ ഈ കാര്യങ്ങളും പോയിൻ്റ് ആയിട്ടുണ്ട്. ലെനിൻ്റെ ക്യാബിനറ്റ് നടപ്പിലാക്കിയ റിഫോംസ് എന്തൊക്കെയാണ്? അത് വളരെ പഠിക്കാൻ വളരെ സിമ്പിളാണ്. ഒക്ടോബർ റവല്യൂഷൻ്റെ ഡിമാൻഡ്സ് അറിയുമെങ്കിൽ ആദ്യത്തെ 3 അത് പാസ്റ്റ് ടെൻസ് ആക്കിയാൽ മതി.
ഒന്നാമത്തെ എന്താണ്? വിഡ്രോ എന്നുള്ള വിഡ്രിയോ എന്നാക്കി. റഷ്യ വിഡ്രിയോ ഫ്രം ദി ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ ഫസ്റ്റ് വേൾഡ് വാറിന്ന് പിന്മാറി. അതാണ് ഒന്നാമത്തെ. അതായിരുന്നല്ലോ ഒരു ഡിമാൻഡ്. അടുത്തെന്താണ്? സീസ്ഡ് ഔട്ട് ദി ലാൻഡ് പിടിച്ചെടുത്തു ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പെസൻസ്. അതെന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പെസൻസ്. ഫാമേഴ്സിന് എന്ത് ചെയ്തു? അത് വിതരണം ചെയ്തു. അടുത്തെന്താണ്? ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. നേരത്തെ നമ്മൾ പഠിച്ച മെയ്ക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി എന്നാണ്. ഇവിടെ ഫാക്ടറീസ് മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങൾ എന്തിൻ്റെ കൺട്രോളിലാക്കി മാറ്റി? പബ്ലിക് സെക്ടറിൻ്റെ കൺട്രോളിലാക്കി മാറ്റി. അടുത്തെന്താണ്? ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്. അതായത് ഒരു കേന്ദ്രീകൃത ആസൂത്രണം. എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് നടപ്പിലാക്കി. അതായത് നമുക്കറിയാം 5 year പ്ലാൻസ്. അത് ഇന്ത്യയൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് സോവിയറ്റ് യൂണിയൻ്റെ റഷ്യയുടെ ഒരു കോൺട്രിബ്യൂഷനാണത്. അടുത്തെന്താണ്? അച്ചീവ്ഡ് ഡെവലപ്സ് ഇൻ ദി ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് എക്കോണമി. സയൻസിൽ, ടെക്നോളജിയിൽ, എക്കോണമിയിലൊക്കെ എന്ത് ചെയ്തു? ഒരുപാട് നേട്ടങ്ങൾ അവർ നേടിയെടുത്തു. അടുത്തെന്താണ്? ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോഴ്സ് ഇൻ 1924. 1924 എന്ത് ചെയ്തു? ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ കൺസോളിഡേറ്റിംഗ് ഡിഫറെൻറ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. അടുത്തുള്ള ഒരുപാട് സോവിയറ്റ് റിപ്പബ്ലിക്കുകളെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ലോകത്ത് പുതിയൊരു രാജ്യം രൂപം കൊണ്ടു. അതിൻ്റെ പേരെന്തായിരുന്നു? USSR, അല്ലെങ്കിൽ ചുരുക്കി പറയുമ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന് പറയും. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം ഫോം ചെയ്തു. 1991 ആ രാജ്യം തകരുന്നത് വരെ അതിൻ്റെ പേര് സോവിയറ്റ് യൂണിയൻ എന്നായിരുന്നു. അടുത്തതാണ്? സ്പ്രെഡ് ദി സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദി വേൾഡ്. ലോകത്തിലെ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്തു? സോഷ്യലിസ്റ്റ് ഐഡിയാസ് വ്യാപിച്ചു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ സോഷ്യലിസ്റ്റ് ഐഡിയാസിൻ്റെ വ്യാപനത്തിന് എന്ത് കാരണമായി? റഷ്യൻ റവല്യൂഷൻ കാരണമായി. അപ്പോൾ റഷ്യൻ റവല്യൂഷനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന്, റഷ്യൻ റവല്യൂഷൻ്റെ കാരണങ്ങൾ, സാറിസ്റ്റ് ടെമ്പറേഴ്സിൻ്റെ ഓട്ടോക്രസി, ഫാർമേഴ്സിൻ്റെ, ഫാക്ടറി വർക്കേഴ്സിൻ്റെ ട്രാജിക് ലൈഫ്, ഇതൊക്കെയാണ് റഷ്യൻ റവല്യൂഷൻ്റെ കാരണങ്ങൾ. മാർക്സിസ്റ്റ് ഐഡിയോളജീസ്, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, അതുപോലെ തന്നെ റഷ്യ ജപ്പാൻ വാർ, അതുപോലെ തന്നെ ബ്ലഡി സൺഡേ, സോവിയറ്റ്, ഡ്യൂമ, അതുപോലെ തന്നെ ഫെബ്രുവരി റവല്യൂഷൻ, ഒക്ടോബർ റവല്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ. അത് വിശദമായിട്ട് പഠിച്ചാൽ റഷ്യൻ റവല്യൂഷനായി. അതുപോലെ തന്നെ ഡിമാൻഡ്സ് ഓഫ് ഒക്ടോബർ റവല്യൂഷൻ, അതുപോലെ തന്നെ റിഫോംസ് ഓഫ് ക്യാബിനറ്റ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് റഷ്യൻ റവല്യൂഷൻ്റെ ഭാഗം നമുക്ക് ഒറ്റ മാർക്കും നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് ആ ഭാഗം പഠിച്ചെടുക്കാം. ഇവിടുന്ന് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം, എക്സ്പ്ലെയിൻ ദി സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ബോൾഷെവിക്സ് ഇൻ ടു പവർ ഇൻ റഷ്യ. ബോൾഷെവിക്സ് റഷ്യയിൽ പവറിലെത്താനുണ്ടായ ആ സർക്കംസ്റ്റാൻസസ്, അതായത് ഒക്ടോബർ റവല്യൂഷനൊക്കെ ഒന്ന് വിശദീകരിക്കാൻ. ഐഡൻറ്റിഫൈ ദി മെഷേഴ്സ് ടേക്കൺ ബൈ ദി ക്യാബിനറ്റ് ഹെഡഡ് ബൈ ലെനിൻ. ലെനിൻ്റെ ക്യാബിനറ്റ് നടപ്പിലാക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ നമുക്ക് ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത എന്താണ്? അനലൈസ് ഹൗ ദി ഫെബ്രുവരി റവല്യൂഷൻ ആൻഡ് ഒക്ടോബർ റവല്യൂഷൻ led to the formation of Soviet Union. സോവിയറ്റ് യൂണിയൻ്റെ ഫോർമേഷനിലേക്ക് എങ്ങനെയാണ് ഒക്ടോബർ റവല്യൂഷനും ഫെബ്രുവരി റവല്യൂഷനും നയിച്ചത് എന്നുള്ളത്. അപ്പോൾ ഫെബ്രുവരി റവല്യൂഷൻ എഴുതി വെക്കുക, ഒക്ടോബർ റവല്യൂഷൻ എഴുതി വെക്കുക, ക്യാബിനറ്റിൻ്റെ റിഫോംസ് എവിടെ വരെ എഴുതി വെക്കുക? 1924 ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നു. എന്ത് ചെയ്യുന്നു? എന്നിട്ട് എന്ത് രൂപീകരിക്കുന്നു? USSR രൂപീകരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക, ചുരുക്കിയിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റഷ്യൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ ഫോക്കസ് ഏരിയയിൽ വരുന്നത് നമ്മൾ പറഞ്ഞു 3 റവല്യൂഷൻസ്: അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷന്, അതുപോലെ തന്നെ റഷ്യൻ റവല്യൂഷനൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. മിക്കവാറും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് നന്നായിട്ട് കേൾക്കുക, എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, ഷോർട്ട് നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഇങ്ങനെ എല്ലാ ഭാഗവും നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. എക്സാമിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഈ ഭാഗത്ത് നിന്നൊക്കെ ഫുൾ മാർക്കിന് എന്ത് ചെയ്യുക? 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഫുൾ മാർക്കിന് എന്ത് ചെയ്യുക? സ്കോർ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.